റമദാനിൽ ഒരുപാട് കോണ്ടന്റുകൾ ചെയ്യണം. എല്ലാത്തിലും നമുക്ക് മാതൃക അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ റമദാൻ എങ്ങനെയായിരുന്നു എന്ന് പഠിക്കൽ ഓരോ വിശ്വാസിയുടെയും കടമയാണ്. 4ാമത്തെ റമദാനിലാണ് ദൗമത്തുൽ ജന്തൽ, അഥവാ ദൗമത്തുൽ ജന്തൽ എന്ന് പറഞ്ഞാൽ റോമക്കാരുടെ പ്രത്യേകമായ കോട്ട്. മലയാളത്തിൽ അങ്ങനെ ആരും കൂടുതൽ ചെയ്യാത്ത കാര്യങ്ങളാണ് നമ്മളിങ്ങനെ ചർച്ചകൾ ചെയ്യാറുള്ളത്. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ബദർ കഴിഞ്ഞാൽ ഏറ്റവും വിഖ്യാത സംഭവമായ ഫത്ഹു മക്ക. നബി തങ്ങളുടെ റമദാൻ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാല് എത്ര മനോഹരായിരിക്കും. 2 തവണ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബിന്റെ തൃപ്പാദങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് കാലുവെച്ചു. 20 ദിവസം തുടർച്ചയായി എഴുത്തിക്കാഫിരുന്നു. നടുവിലെ 10 തൊട്ടിട്ട് അങ്ങോട്ടിരുന്നു. മാത്രമല്ല വക്കാന അജ്വദ ഫീ, ഏറ്റവും കൂടുതൽ ധർമ്മം ചെയ്യുന്ന ആള്, അതുപോലെ പരിശുദ്ധ ഖുർആനോദിക്കൊണ്ട് കരയുന്ന ഒരു പ്രവാചകനെയാണ് കാണുന്നത്. ഓരോ പ്രവാചകന്മാർക്കും എന്തൊക്കെ വിശേഷണങ്ങളുണ്ടോ അത് മുഴുവനും ഒരുപോലെ മേളിക്കുകയും സമ്മേളിക്കുകയും ചെയ്ത മഹൽ വ്യക്തിത്വമായിരുന്നു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നൈനവയിൽ ജനിച്ച മത്തായിയുടെ മകൻ യൂനിസിനെ പോലെ നിങ്ങൾ ആവരുത്. നബി തങ്ങളുടെ റമദാൻ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാല് എത്ര മനോഹരായിരിക്കും. അപ്പോൾ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, നബി തങ്ങളുടെ ജീവിതത്തിൽ 9 വർഷമാണ് നബി തങ്ങൾ റമദാനിൽ നോമ്പ് അനുഷ്ഠിച്ചിട്ടുള്ളത്. അപ്പോൾ നബി തങ്ങളുടെ ആ ഒരു റമദാൻ ദിനങ്ങൾ അതൊക്കെ ചരിത്രത്തിൽ ഇതുവരെ മലയാളത്തിൽ അങ്ങനെ ആരും കൂടുതൽ ചെയ്തിട്ടില്ല. ആരും ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം, ഞാൻ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ ആ ഒരു പഠനമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നുള്ളത്. സാധാരണ അങ്ങനെ മലയാളത്തിൽ അങ്ങനെ ആരും കൂടുതൽ ചെയ്യാത്ത കാര്യങ്ങളാണ് നമ്മളിങ്ങനെ ചർച്ചകൾ ചെയ്യാറുള്ളത്. ഏതായാലും എൻ്റെ കൂടെ ഉള്ളത് ബഹുമാനപ്പെട്ട അറക്കൽ അബ്ദുറഹ്മാൻ ഉസ്താദാണ്. നമ്മൾ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു ടൈം ടേബിൾ ചെയ്തിരുന്നു. എങ്ങനെയായിരുന്നു നബി തങ്ങളുടെ ദൈനംദിന ജീവിതങ്ങളൊക്കെ എങ്ങനെയായിരുന്നു നബി തങ്ങൾ ചെയ്തിരുന്നത്, നബി തങ്ങളുടെ ആ ഒരു വദനം, തിരുകേശം, അങ്ങനെ നബി തങ്ങളുടെ ഓരോ കാര്യങ്ങൾ, രൂപം എങ്ങനെയായിരുന്നു ഒക്കെ നമ്മൾ മുമ്പ് വിശദീകരിച്ചിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു റമദാൻ 9 വർഷമായിരുന്നു നബി തങ്ങൾ റമദാൻ നോമ്പ് അനുഷ്ഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ റമദാനും നമുക്ക് എന്താ പറയുക എടുത്തെടുത്തിട്ട് എങ്ങനെയായിരുന്നു എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളിപ്പോൾ എന്താ പറയുക ഒരുപാട് എപ്പിസോഡുകൾ 2-3 വർഷമായിട്ട് നമ്മൾ ചെയ്തിരുന്നു. പിന്നെ നമ്മൾ തിരക്കിൽ പെട്ടു. പലപ്പോഴും നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്, ഉസ്താദ് സൗദിയിലാണ്, ഞാൻ ദുബായിലാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് ആ ഒരു എപ്പിസോഡിലേക്ക് കിടക്കാം. ഇനി അങ്ങോട്ട് നമുക്ക് ഒരുപാട് ഈ റമദാനിൽ ഒരുപാട് കോണ്ടന്റുകൾ ചെയ്യണം, കുറേ ആളുകൾ പറയാറുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഉസ്താദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റമദാൻ ദിനങ്ങൾ എങ്ങനെയായിരുന്നു? ഉമ്മിയായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവാണ് അവിടുത്തെ സംസ്കരണം ഏറ്റെടുത്തത്. അദ്ദബനി റബ്ബി വ അഹ്സന തഅദീബി. അള്ളാഹു എന്നെ സംസ്കരണം പഠിപ്പിച്ചു, എന്നെ സംസ്കരിച്ചു. മാത്രമല്ല അത് ഏറ്റവും നല്ല നിലയിൽ അള്ളാഹു നടപ്പാക്കുകയും ചെയ്തു എന്ന് ഹദീസിൽ തന്നെ വന്നതായി നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ എല്ലാത്തിലും നമുക്ക് മാതൃക അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ റമദാൻ എങ്ങനെയായിരുന്നു എന്ന് പഠിക്കൽ ഓരോ വിശ്വാസിയുടെയും കടമയാണ്. സാബി സൂചിപ്പിച്ച പോലെ മലയാളത്തിൽ ഇത്തരം ഒരു ചർച്ച നമ്മൾ എവിടെ നോക്കിയാലും അങ്ങനെ കാണുന്നില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യമായി റമദാനിലെ നോമ്പ് നിർബന്ധമാക്കുന്നത് AD 642 ഒരു ഷഅബാൻ മാസത്തിലാണ്. അങ്ങനെ ഹിജ്റ 2-ാം വർഷത്തെ റമദാൻ തൊട്ടാണ് 1-ാമത്തെ റമദാൻ, അഥവാ 1-ാമത്തെ റമദാനിലെ ആദ്യത്തെ നോമ്പ്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും എന്ന് തുടങ്ങുന്ന ആയത്ത് ഇല്ലേ? നിങ്ങളെ സംസ്കരിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളെ അള്ളാഹു എന്നെ എങ്ങനെയാണോ സംസ്കാരം പഠിപ്പിച്ചത് ആ രീതിയിൽ നിങ്ങളെ ഒരു സംസ്കരണത്തിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്നത് ഹിജ്റ 2-ാം വർഷം ഷഅബാൻ മാസത്തിലാണ് അവതരിക്കുന്നത്. അതിനുശേഷം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ 9 നോമ്പുകളാണ് അനുഷ്ഠിക്കുന്നത്. ആ 9 നോമ്പുകൾ എങ്ങനെയാണെന്നാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയിൽ നാം ഉദ്ദേശിക്കുന്നത്. അതായത് ഓരോ വർഷം റമദാൻ എങ്ങനെയാണ് നബി തങ്ങളുടെ ജീവിതത്തിൽ കടന്നത്. അതെ, അതിലെ പ്രത്യേക സംഭവങ്ങൾ ഓരോ റമദാനിലും 9 റമദാനിലെ ഓരോ റമദാനിലെയും പ്രത്യേക സംഭവങ്ങൾ മാത്രം. ഉദാഹരണത്തിന് ഇപ്പോ റമദാനിന്റെ ആദ്യത്തെ റമദാൻ നബി തങ്ങൾ, അതിനുശേഷം ഹിജ്റയുടെ ബദർ യുദ്ധമാണല്ലോ, ബദർ യുദ്ധം. അതുപോലെ മക്കാഫത്ത്, ഈ വിഷയങ്ങളാണ് നമുക്ക് ഇന്ന് ഓരോന്നായിട്ട്. അതെ, അതിൽ 1-ാം റമദാൻ സ്വാഭാവികമായും യൗമുൽ ഫുർഖാൻ, യൗമുൽ തഖൽ ജംആൻ
രണ്ട് വിഭാഗം ഏറ്റുമുട്ടുകയും സത്യാസത്യങ്ങൾ വേർതിരിച്ചുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിനെ ഒരു പൂർണ്ണചന്ദ്രനെ പോലെ, പരിശുദ്ധ ഇസ്ലാം തന്നെ ഒരു ബദർ പോലെ ഉദയം ചെയ്യുന്നത് ബദർ യുദ്ധത്തിന് ശേഷമാണ്. അത് ഒന്നാമത്തെ പ്രവാചകം, അത് ഹിജറ 2-ാം വർഷമാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു എന്ന അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അത് ഒന്നാമത്തെ റമദാനിൽ സംഭവിച്ച ഏറ്റവും വലിയ ഒരു അധ്യായമാണ്. എന്നാൽ 2-ാം റമദാനിലേക്ക് നമുക്ക് ഒന്ന് ഓടിച്ചു പോകാം. ആദ്യം 2-ാം റമദാനിലെ ഏറ്റവും വിഖ്യാതമായ സംഭവമായി പണ്ഡിതന്മാരെ രേഖപ്പെടുത്തുന്നത് മഹദിയെ ഹഫ്സ റളിയല്ലാഹു അൻഹ, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 4-ാമത്തെ വിവാഹമായി, അഥവാ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് ശേഷം, സൗദ ബീവിക്ക് ശേഷം, ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ശേഷം 4-ാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹഫ്സ ബിൻത് ഉമർ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുകയാണ്. അവരെക്കുറിച്ച് മാത്രം നമ്മളൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്, ഒരു എപ്പിസോഡിൽ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ കല്യാണം, അവിടുത്തെ തലാഖ് സംബന്ധമായ കാര്യങ്ങളൊക്കെ. ആ ഹഫ്സ റളിയല്ലാഹു അൻഹയുമായുള്ള വിവാഹം നടക്കുന്നത് 2-ാമത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, അഥവാ ഹിജറ 3-ൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2-ാമത്തെ റമദാൻ നോമ്പിലാണ്. അതേ സ്ഥാനത്ത് 3-ാമത്തെ റമദാനിലാണ് ഫഇൻ ഖിഫ്തും ഫരിജാലൻ ഔ റുക്ബാന എന്ന പരിശുദ്ധമായ ആയത്ത് ഇറങ്ങുന്നത്. ഇത് പറയുമ്പോൾ അതിലെന്താ ഒരു ആയത്ത് എത്ര അങ്ങനെ ഇറങ്ങുന്നുണ്ട്, റമദാനിൽ എത്ര ആയത്തുകൾ ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഈ ആയത്തും മനുഷ്യകുലത്തിൻ്റെ ജീവിതവും തമ്മിൽ അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അഥവാ ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, അഥവാ നിശ്ചയമായും നിസ്കാരം അത് അള്ളാഹു ഫർള് നിശ്ചയിക്കപ്പെട്ട് കൃത്യമായി മനുഷ്യൻ്റെ ജീവിതത്തിൽ ക്രമീകൃതമായ രീതി ഉണ്ടാകണമെന്നതിന് അള്ളാഹു അനുശാസിച്ച ഒരു കർമ്മമാണ് നിസ്കാരം. ആ നിസ്കാരം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാകുന്ന സന്ദർഭത്തിൽ എങ്ങനെ മനുഷ്യ ജീവിതത്തിൻ്റെ സ്വാഭാവികമായ പ്രശ്നങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് പഠിപ്പിക്കുകയാണ്. വഇൻ ഖിഫ്തും ഫരിജാലൻ ഔ റുക്ബാന എന്ന പരിശുദ്ധമായ ആയത്തിലൂടെ. ഈ ആയത്തിറങ്ങുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 3-ാം നോമ്പിലാണ്, അഥവാ 3-ാമത്തെ റമദാൻ നോമ്പിലാണ്, അഥവാ ഹിജറ 4-ലാണ്. അതുപോലെ 4-ാമത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 4-ാമത്തെ റമദാനിലാണ് ദൗമത്തുൽ ജന്തൽ. അഥവാ ദൗമത്തുൽ ജന്തൽ എന്ന് പറഞ്ഞാൽ റോമക്കാരുടെ പ്രത്യേകമായ കോട്ടയും അതുപോലെ ഉഖൈദിറിന്റെ ചരിത്രങ്ങളും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ 14 മക്കളിൽപ്പെട്ട ധൂമ എന്ന മകൻ പോവുകയും അവിടെ കല്ലുകൊണ്ടും അതുപോലെ പ്രത്യേകമായ വെണ്ണക്കല്ലുകളെ കൊണ്ടുമൊക്കെ നിർമ്മിക്കപ്പെട്ട ദൗമത്തുൽ ജന്തൽ, അത് സക്കാക്കയിലാണ്. ഇന്നത്തെ സൗദി നമ്മളൊരിക്കൽ പോയിട്ടുണ്ടല്ലോ സാബി, നമ്മൾ പലപ്പോഴും അവിടെ സന്ദർശിക്കാൻ അവസരം, നമ്മുടെ യാത്രയിൽ പലപ്പോഴും സൗദി യാത്രയിൽ നമുക്കതിന് പോകാനും കാണാനൊക്കെ അവസരം ഉണ്ടായിട്ടുണ്ട്. ദൗമത്തുൽ ജന്തലിൻ്റെ കോട്ട, അവിടെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പള്ളിയുണ്ട്, മസ്ജിദ് ഉമർ ബിൻ ഖത്താബുണ്ട്. ലോകത്ത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട പള്ളിമുനാരങ്ങൾ അയാളുടെ ചരിത്രം നോക്കുമ്പോൾ ലോകത്താദ്യമായി ബാങ്കുലി മുഴങ്ങാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട മുനാരം നിർമ്മിക്കപ്പെട്ടത് ദൗമത്തുൽ ജന്തലിലാണ്, സക്കാക്കയിൽ, അൽ ജൗഫ് പ്രവിശ്യയിലെ സക്കാക്കക്ക് തൊട്ടടുത്തുള്ള ദൗമത്തുൽ ജന്തൽ. അപ്പോൾ ഈ ദൗമത്തുൽ ജന്തലിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പടയണി പോവുകയും അവർ തിരിച്ചു വരികയും ചെയ്തത് 4-ാമത്തെ റമദാനിലാണ്. അതുപോലെ 5-ാമത്തെ റമദാൻ, ഇതൊക്കെ ഒരു വിശാലമായ സംഭവങ്ങളാണ്. ഇസ്ലാമിക ജീവിതം എന്നല്ല, മനുഷ്യ ജീവിതത്തെ ബാധിക്കുന്ന ഒരുപാട് മസ്അലകൾ അല്ലെങ്കിൽ ഒരുപാട് ഖണ്ഡിതമായ പ്രശ്നങ്ങളിലേക്ക് മനുഷ്യൻ്റെ ചിന്തകളെ കൊണ്ടുപോകുന്ന ഓരോ സംവിധാനങ്ങളാണ് ഈ സംഗതികളൊക്കെ. ഇനി 5-ാം റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ പ്രതിനിധി സംഘങ്ങൾ വരികയാണ്. അഥവാ ഹിജറ 6-ൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് ഭാഗങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഡിപ്ലോമാറ്റുകളുണ്ട്. പല ഭാഗത്തേക്കും ഇസ്ലാമിക സന്ദേശങ്ങൾ, അതുപോലെ കത്തുകൾ ഈജിപ്തിലേക്ക്, മൊറോക്കോയിലേക്ക്, അതുപോലെ ഒമാനിലേക്ക്, നജാഷിയുടെ അടുക്കലേക്ക്, ബഹ്റൈനിലേക്ക്, ഇങ്ങനെ തുടങ്ങി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രതിനിധി സംഘം ഈ റമദാനിലാണ്, 5-ാമത്തെ റമദാനിലാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരുന്നത്. ഇതൊക്കെ കേവലം ഈ ഒരു സംഭവമായി മാത്രം മനസ്സിലാക്കിയാൽ പോരാ. ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെ മനുഷ്യനെ വരിഞ്ഞു മുറുക്കപ്പെട്ട ചെങ്ങല കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് അവൻ്റെ പാപക്കറകളെ ശുദ്ധിയാക്കുന്ന ഈ സുന്ദരമായ ദിനരാത്രങ്ങളിൽ ഈ സംഘം വരിക എന്നൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥതലങ്ങളിലേക്ക് ഇപ്പോൾ നമ്മൾ കടക്കുന്നില്ല. ഏതായാലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 6-ാമത്തെ റമദാൻ, 6-ാമത്തെ നോമ്പ്, അതും വളരെ പ്രവിശാലമായ ഒരുപാട് ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതാണ്. അന്നാണ് ഉംറത്തുൽ ഖളാ
അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം രാജ്യത്ത് നിന്ന് ആട്ടിയോടിക്കപ്പെട്ട് അവിടെ നിന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സങ്കടത്തോടുകൂടെ ഒരു ഘട്ടത്തിൽ ഉംറ ചെയ്യാൻ വേണ്ടി പോവുകയും ഹുദൈബിയ സന്ധിയിലൂടെ ആ ഉംറ നടക്കാൻ സാധിക്കാതെ അടുത്ത വർഷം നിങ്ങൾ ഉംറക്ക് വരിക എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വ്യവസ്ഥിതിയിൽ തിരിച്ചു വരികയും ചെയ്ത ആ സന്ദർഭത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖലാ വീട്ടാൻ വേണ്ടി പോയ ഉംറ അത് നടക്കുന്നത് 6ാമത്തെ റമളാനിൽ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 6ാമത്തെ നോമ്പിലാണ്. അതുപോലെ 7ാമത്തെ നോമ്പിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ബദർ കഴിഞ്ഞാൽ ഏറ്റവും വിഖ്യാത സംഭവമായ ഫത്ഹു മക്ക അഥവാ കഅബ ഷരീഫിലെ മക്ക വിജയം അഥവാ കഅബ ഷരീഫിലെ 300 ചില്ലാനം ബിംബങ്ങളും 3 കോടിയോളം വരുന്ന ആരാധ്യ വസ്തുക്കളെയും മുഴുവനും തുടച്ചു നീക്കിക്കൊണ്ട് പരിശുദ്ധ കഅബാലയത്തെ തൗഹീദിന്റെ സുന്ദരമായ കേന്ദ്രമാക്കി മാറ്റുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 7ാമത്തെ നോമ്പിലാണ് അഥവാ ഹിജ്റ 8-ലാണ്. ആ 7ാമത്തെ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് 7ാമത്തെ വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പനുഷ്ഠിച്ച ആ ഘട്ടത്തിലാണ് അവിടെ ശുദ്ധീകരണ കർമ്മങ്ങൾ, നമുക്കറിയാം ലാത്തിനെ എടുത്തുകൊണ്ട് ഹുസ്നെ എടുത്തുകൊണ്ട് മനാത്തിനെ എടുത്തുകൊണ്ടൊക്കെ ത്വായിഫിന്റെ ഭാഗങ്ങളിലേക്കും വാദി നഖീലിന്റെ ഭാഗങ്ങളിലേക്കുമൊക്കെ കൊണ്ടുപോവുകയും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഒരു സമ്പൂർണമായും ശുദ്ധീവൽക്കരണത്തിന്റെ അല്ലെങ്കിൽ സമ്പൂർണമായി കഴുകി ശുദ്ധീകരിക്കുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം കടക്കാനും പരിശുദ്ധമായ റമളാൻ പാത്രമായി അല്ലെങ്കിൽ കാരണമായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ 8ാമത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പിലാണ് തബൂക്ക് യുദ്ധം. നമുക്കറിയാം തബൂക്ക് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സഹാബത്തിന്റെ കൂടെ 30,000-ഓളം വരുന്ന സഹാബത്തിന്റെ കൂടെയുള്ള യാത്ര, ഒരുപാട് സംഭവങ്ങൾ. നമ്മൾ തബൂക്ക് പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 18 ദിവസത്തോളം കസറും ജംഉമാക്കി നിസ്കരിച്ച പള്ളിയുണ്ട് അവിടെ. മസ്ജിദു തൗബ അല്ലെങ്കിൽ മസ്ജിദുർ റസൂൽ എന്ന പേരിൽ അറിയപ്പെട്ട ആ ഒരു പള്ളിക്ക് തൊട്ടടുത്താണ് ഐനു സിക്കർ. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ തൃക്കരങ്ങൾ സ്പർശിക്കുകയും അവിടുത്തെ ഷറഫാക്കപ്പെട്ട വായയിൽ നിന്ന് വെള്ളം കൊപ്പിളിച്ചുകൊണ്ട് വെള്ളം അധികരിച്ചു വരികയും ചെയ്ത ഐനു സിക്കർ, ആ സിക്കറിൻ്റെ ഭാഗങ്ങളൊക്കെ ഇന്നും ചരിത്രത്തിൽ മായാതെ മറയാതെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സ്ഥലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തമ്പടിച്ചു. ഗസ്സാൻ രാജാവിൻ്റെ സൈന്യത്തെ പ്രതീക്ഷിച്ചു. അങ്ങനെ റോമാ സംഘവുമായി ഡയറക്റ്റ് റോമാ സാമ്രാജ്യത്തിലെ പ്രതിനിധികളുമായി ഒരുപാട് കത്തിടപാടുകൾ നടത്തി അവസാനം അവരെയൊന്നും കാണാതെ ആ യാത്രയിലാണ് പ്രവാചകരോട് ഒരുപാട്, അന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദായിന് സാലിഹിൽ പോയത്. അവിടെ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പെട്ടെന്ന് കാറ്റടിച്ചിട്ട് ഒരാൾ പെട്ടെന്ന് ഹായിലിലെ, ഇന്നത്തെ സൗദി അറേബ്യയിലെ ഹായിലിലെ തയ്യ് പർവ്വതത്തിലേക്ക് വന്നത്, തവാറുൻ പർവ്വതത്തിന്റെ താഴ്വരയിൽ വന്നുകൊണ്ട് ഒരു സഹാബി മരിച്ചതും, ഇങ്ങനെ തുടങ്ങി പ്രവാചകരുടെ കൽപ്പന അംഗീകരിക്കാത്തതിൻ്റെ പേരിൽ ധാരാളം പ്രതിസന്ധികൾ നേരിട്ടൊക്കെ ഒരു സംഭവമാണല്ലോ തബൂക്ക്. മാത്രമല്ല ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സ്ഥലമാണ്. മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഒറ്റക്ക് നടന്ന സന്ദർഭത്തിൽ യംഷി വഹീദൻ വയമൂതു വഹീദൻ വയുബഅസ് വഹീദ, അദ്ദേഹം ഒറ്റക്ക് നടക്കും, ഒറ്റക്ക് മരിക്കും, നാളെ ആഖിറത്തിലേക്ക് ഒറ്റക്ക് പുനർജനിച്ചു വരും എന്നൊക്കെ പറഞ്ഞ ആ സംഭവങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിച്ച സ്ഥലമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ തബൂക്ക് യുദ്ധം. ആ തബൂക്ക് യുദ്ധം കഴിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ സംഘവുമായി തിരിച്ചു വന്ന ആ രംഗം അന്ന് മദീനയിലെത്തിയപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബിന് വലിയ സന്തോഷം തോന്നി. കാരണം മദീനക്ക് പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും സ്ഥലത്ത് ഏറ്റവും കൂടുതൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ അത് തബൂക്കിലാണ്. 54 ദിവസം. അഥവാ മദീനയിൽ വന്ന ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന വിട്ട് കൂടുതൽ നിന്നിട്ടില്ല. അടുത്തടുത്ത സ്ഥലങ്ങളിലേക്ക് പോകും. ഏറി വന്നാൽ 15 ദിവസം, ഒരു മാസമൊക്കെ മാത്രമാണ് ഓരോ യുദ്ധങ്ങൾക്ക് വേണ്ടിയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മദീന വിട്ട് താമസിക്കേണ്ടി വന്നത്. എന്നാൽ തബൂക്ക് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ 2 മാസത്തോളം അഥവാ 54 ദിവസം മദീന വിട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടുതൽ താമസിച്ചു എന്ന് കാണാം. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അത്ര ദിവസം ആ മദീന കാണാതെ മദീന വീണ്ടും കാണുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം, യാ തൈബ യാ തൈബ യാ താബ വ യാ തൈബ,
താബയെ വിളിച്ചുകൊണ്ട് ഇത് നന്മയുടെ കേന്ദ്രമാണ്, ഇത് സുഗന്ധത്തിൻ്റെ കേന്ദ്രമാണ്, ഇത് സുഗന്ധദ്രവ്യത്തിൻ്റെ ആസ്ഥാനമാണെന്ന ശൈലിയിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയുമായി സന്ധിച്ച രംഗം മാത്രമല്ല, മദീന കണ്ടപ്പോൾ, ഉഹദ് കണ്ടപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായ വികാരം, ഇതൊക്കെ സംഭവിക്കുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 8ാമത്തെ നോമ്പിലാണ്, അഥവാ 8ാമത്തെ റമളാനിലാണ്. അതേ സ്ഥാനത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസാനത്തെ നോമ്പ്, അതൊരു കൃത്യമായി ഉമ്മത്തിന് നൽകിയ പാഠമായിരുന്നു. റമളാൻ എന്നാൽ ആത്മവീര്യത്തിൻ്റെ കാലമാണ്, ആത്മസംസ്കരണത്തിൻ്റെ കാലമാണ്. അത് നന്മയുടെയും പശ്ചാത്താപത്തിൻ്റെയും തൗബയുടെയും ഒക്കെ കാലമാണെങ്കിലും ഈ റമളാൻ അതിനൊക്കെ അപ്പുറം ഇബാദത്തിൻ്റെ കേളീരംഗമായി, അല്ലെങ്കിൽ ഇബാദത്തിൻ്റെ കേദാരമായി പ്രവർത്തിക്കേണ്ട കാലമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച റമളാനായിരുന്നു 9ാമത്തെ റമളാൻ. കാരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ എല്ലാ കൊല്ലവും ജിബ്രീൽ വരും റമളാനിൽ. എന്നാൽ അവസാനത്തെ 9ാമത്തെ റമളാനിൽ ഹബീബ് ഇഹലോകവാസം വെടിയുന്നതിൻ്റെ തൊട്ടു മുമ്പുള്ള നോമ്പിൽ 2 തവണ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബിൻ്റെ തൃപ്പാദങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് കാലുവെച്ചു. എന്നിട്ട് ഹബീബിൻ്റെ മുട്ടോട് ചേർത്തുകൊണ്ട് ചോദിക്കുകയാണ്, ഹബീബിനോട് ഖുർആൻ 2 ആവർത്തി പാരായണം ചെയ്യിപ്പിച്ചു, തുടക്കം മുതൽ ഒടുക്കം വരെ. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതര റമളാനുകളിലൊക്കെ അവസാനത്തെ 10കളിലാണ്. മറ്റു റമളാനുകൾ, യുദ്ധങ്ങളാവട്ടെ ഇതര കാര്യങ്ങളാവട്ടെ, ഇതൊക്കെ ആദ്യത്തെ 10ലും 2ാമത്തെ 10, റമളാൻ 17നാണ് ബദർ യുദ്ധം നടക്കുന്നത്. അതുപോലെ റമളാൻ 10നാണ് മക്ക വിജയത്തിന് വേണ്ടിയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി റമളാൻ 10ന്റെ അന്നത്തെ, അഥവാ 10ാം ദിവസത്തെ അന്നാണ്, അഥവാ നടുവിലെ 10ലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക വിജയത്തിന് വേണ്ടിയുള്ള യാത്ര നടത്തുന്നത്. എന്നാൽ അവസാനത്തെ 10ൽ സാധാരണഗതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുത്തിക്കാഫ് ഇരിക്കാറുണ്ട്. എന്നാൽ 9ാമത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വിടവാങ്ങൽ നോമ്പിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ 20 ദിവസം തുടർച്ചയായി എഴുത്തിക്കാഫിരുന്നു. നടുവിലെ 10 തൊട്ടിട്ട് അങ്ങോട്ടിരുന്നു. മാത്രമല്ല വക്കാന അജ്വദ ഫി, ഏറ്റവും കൂടുതൽ ധർമ്മം ചെയ്യുന്ന ആള്, അതുപോലെ പരിശുദ്ധ ഖുർആനോദിക്കൊണ്ട് കരയുന്ന ഒരു പ്രവാചകനെയാണ് കാണുന്നത്. മാത്രമല്ല ആ സന്ദർഭത്തിൽ മറ്റൊരു പ്രത്യേകതയുണ്ട്. അതിഥികളായി വിവിധ ഭാഗങ്ങളിലേക്ക് പോയ സഹാബത്ത് തിരിച്ചു വരുന്നതോടൊപ്പം ഇസ്ലാമിൻ്റെ 3 ശത്രുക്കളുണ്ട്. നമുക്കറിയാം ഇസ്ലാമിൻ്റെ തുടക്കം മുതൽ 3 രീതിയിലാണ്. അഥവാ 1ാമത്തെ ശത്രുക്കൾ മുശ്രിക്കുകളായിരുന്നു, 2ാമത്തെ ശത്രുക്കൾ ജൂതന്മാരായിരുന്നു, എന്നാൽ 3ാമത്തെ ശത്രുക്കൾ അത് ഗോത്രവർഗക്കാരായിരുന്നു. ഈ ഗോത്രവർഗക്കാരിൽ ഓരോരുത്തരായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് തേടി വന്ന ആ ഉസ്തുവാനത്തുൽ വുഫൂദ്, ഇന്നും റൗള ഷരീഫിലിരുന്നാൽ നമുക്ക് ഒരുപാട് തൂണുകൾ കാണാം. ഓരോ ഉസ്തുവാനുകൾക്കും ഓരോ ചരിത്രങ്ങളുണ്ട്, വ്യത്യസ്ത ചരിത്രങ്ങളുണ്ട്, ഒരുപാട് കഥകൾ പറയാനുണ്ട്. അതിൽപ്പെട്ട ഒരുപാട് കഥകൾ പറയാനുള്ള ഒരു ഉസ്തുവാനയാണ് ഉസ്തുവാനത്തുൽ വുഫൂദ്, അഥവാ അതിഥികളായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഏറ്റവും കൂടുതൽ നജ്ദിൽ നിന്ന്, ബഹ്റൈനിൽ നിന്ന്, ഒമാനിൽ നിന്ന്, അതുപോലെ ഇന്ത്യയിൽ നിന്ന് എന്ന് വേണ്ട ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വുഫൂദുകളായി ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, സംഘമായി പരിശുദ്ധ ദീനിൻ്റെ ശാദ്വല തീരത്തേക്ക് ആളുകൾ കടന്നു വന്നുകൊണ്ട് ആഗോള മതമായി പരിശുദ്ധ ഇസ്ലാം വളരുന്നത് ഈ 9ാം റമളാനിൽ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഹബീബിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആ വിടവാങ്ങൽ റമളാനായ 9ാമത്തെ റമളാൻ നോമ്പ്, അഥവാ മുശ്രിക്കുകൾ, അതുപോലെ ജൂതന്മാർ, മറ്റൊന്ന് ഗോത്രവർഗക്കാർ. ഈ ഗോത്രവർഗക്കാരിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒറ്റയും തെറ്റയുമായി വിവിധ രീതികളിൽ പലപ്പോഴും പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ട്. മദീനയിലെ ജസീറത്തുൽ അറബിൻ്റെ വിവിധ ഭാഗത്ത്, റിയാദിൻ്റെ ഭാഗങ്ങളിൽ, ഹായിലിൻ്റെ ഭാഗങ്ങളിൽ, അതുപോലെ തന്നെ വടക്കൻ ജസീറത്തുൽ അറബിൻ്റെ ഏരിയകളിൽ, അതുപോലെ വിവിധ അറബ് ഗോത്രങ്ങൾക്കിടയിൽ രൂപപ്പെട്ട അറബികളോടുള്ള വിരോധം, ഖുറൈശികളോടുള്ള വിരോധം, അതിനൊക്കെ അപ്പുറം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ വിരോധം, അതിൻ്റെ
പേരിൽ മജൂസികളിൽ നിന്നുള്ള ഗോത്രവർഗ്ഗക്കാരുണ്ടായിരുന്നു, അറബികളായ ഗോത്രവർഗ്ഗക്കാരുണ്ടായിരുന്നു. അവരൊക്കെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വുഫൂദുകളായി വരികയും, വുഫൂദ് എന്ന് പറയുമ്പോൾ സംഘങ്ങളായി വരികയും ഹബീബിനെ കൊണ്ട് വിശ്വസിക്കുകയും സാക്ഷ്യം വഹിക്കുകയും മാത്രമല്ല ആ അവസാനത്തെ റമദാനിൽ പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് കരഞ്ഞ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ആയത്തുകൾ എത്തുമ്പോഴും അവിടെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും. കാരണം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം തന്നെ നമുക്കറിയാം. നമുക്ക് തോന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന് അങ്ങ് നേതൃത്വം നൽകിങ്ങാണ്ട് അത് തിരിച്ചു വരുന്ന ഒരാളാണെന്ന്. അങ്ങനെയല്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞിരുന്ന സാധാരണഗതിയിൽ സമൂഹത്തിലേക്ക് തിരിഞ്ഞിരിക്കും. ഇങ്ങനെ നോക്കും, ആളുകളുടെ മുമ്പിലേക്ക് ഇങ്ങനെ കൃത്യമായി ഓരോരുത്തരുടെ മുഖത്തേക്ക് നോക്കും. അവർക്ക് ആ ഇരിക്കുന്ന ഓരോ മഅ്മൂമിനും, അവിടെ നിസ്കരിച്ച ഓരോ മഅ്മൂമിനും മനസ്സിൽ തോന്നും റസൂൽ എൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്, എൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് എന്ന രീതിയിൽ പ്രവാചകരുടെ കണ്ണുകൾ, നമ്മൾ ആധുനിക മോട്ടിവേഷൻ ക്ലാസ്സുകളിലും അതുപോലെ സൈക്കോളജി ക്ലാസ്സുകളിലൊക്കെ പറയുന്ന പോലെ ഐ കോണ്ടാക്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് അതിഗംഭീരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോരുത്തരെയും കൃത്യമായി നോക്കിയിട്ട് അവരോടൊക്കെ സംസാരിക്കും. ചിലപ്പോൾ അക്കൂട്ടത്തിൽ അവർ കണ്ട സ്വപ്നം, തലേന്ന് രാത്രി അവരെ ഒരു സാധാരണക്കാരനായ സഹാബി, ആരുമില്ലാത്ത സഹാബി, ആരോടും വിശേഷം പങ്കുവെക്കാൻ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ കൂട്ടത്തിൽ ഒരാളായി പോലും എണ്ണപ്പെടാത്ത വ്യക്തി, അവരോട് പോലും അവർ തലേ ദിവസം കണ്ട സ്വപ്നത്തെക്കുറിച്ച് ചോദിക്കും. അവരുടെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അവർക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കും. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവരുടെ അടുക്കള മുതൽ അന്താരാഷ്ട്ര കാര്യങ്ങൾ വരെയുള്ള പ്രശ്നങ്ങളിലും അവരുടെ പ്രയാസങ്ങളിലും ഇടപെട്ടുകൊണ്ട് അവരെ സംസ്കരിച്ചെടുക്കുകയായിരുന്നു. വയുസക്കീഹിം, അല്ലേ? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത ഏറ്റവും വലിയ ദൗത്യം തന്നെ തസ്കിയത്തായിരുന്നു, അവരെ ആത്മസംസ്കരണം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചും ഒരു വ്യത്യസ്ത കാഴ്ചപ്പാടിൽ കമ്പയർ ചെയ്യാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഒരിക്കലും സക്കി എന്ന് പറയുന്നില്ല. അതേ സ്ഥാനത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എപ്പോഴും സക്കി അല്ലെങ്കിൽ സംസ്കാര സമ്പന്നൻ എന്ന രീതിയിൽ പരാമർശിക്കാറുണ്ട്. എന്നാൽ പ്രവാചകരെ കുറിച്ച് സക്കി എന്നല്ല പറയുന്നത്, യുസക്കീഹിം. സമ്പൂർണമായും സംസ്കരിക്കപ്പെട്ട ആൾക്ക് മാത്രമേ എന്താകാൻ പറ്റുള്ളൂ, ഒരു പൂർണ്ണ പ്രവാചകനാകാൻ പറ്റുള്ളൂ. അത് കൃത്യമായി അവരോധിക്കുകയും അത് കൃത്യമായി നടപ്പാക്കുകയും ചെയ്തിരുന്നു. അത് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈസാ നബിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മറ്റുള്ള ഒരു ഉദാഹരണത്തിന് യേശു ഒരു കാരുണ്യത്തിന്റെ വചനങ്ങളാണുള്ളത്. അതെ അതെ, പ്രവാചകൻ. കാരണം വെച്ചാൽ യേശു അല്ലെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു പ്രവാചകനാണ്, കാരുണ്യ വചനങ്ങളാണ്. പക്ഷെ ഒരു എന്താ പറയുക, ഒരു ഭരണാധികാരിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ദൗത്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പ്രവാചകൻ മുഹമ്മദ് നബി എന്ന് പറയുമ്പോൾ കേവലം ഒരു പ്രവാചകനല്ല, മറിച്ചൊരു അന്താരാഷ്ട്ര എന്താ പറയുക ഒരു ഭരണാധികാരിയാണ്. അങ്ങനെയുള്ള ഒരുപാട് മേഖലകൾ ചെയ്യുന്ന ആളായിരുന്നു. തീർച്ചയായിട്ടും ഈ യേശുവിൻ്റെ സഹനവും മോസസിൻ്റെ ധീരതയും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സഹനശക്തിയും തൻ്റെ ഇടവും അതോടൊപ്പം നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ക്ഷമയും വിവേകവും എന്ന് വേണ്ട ഓരോ പ്രവാചകന്മാർക്കും എന്തൊക്കെ വിശേഷണങ്ങളുണ്ടോ അത് മുഴുവനും ഒരുപോലെ മേളിക്കുകയും സമ്മേളിക്കുകയും ചെയ്ത മഹൽ വ്യക്തിത്വമായിരുന്നു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ വിടവാങ്ങൽ റമദാൻ അല്ലെങ്കിൽ അവസാനത്തെ റമദാൻ, ആ റമദാനിൽ ഹബീബ് ഇങ്ങനെ ആളുകളിലേക്ക് ഇരുന്നു കൊണ്ട് ഓരോരുത്തർക്കും തെർബിയത്ത് കൊടുത്തു എന്ന് കാണാം. മാത്രമല്ല പരിശുദ്ധ റമദാൻ എങ്ങനെ ചെലവാക്കണം, എങ്ങനെ ചെലവഴിക്കണം, എങ്ങനെ ആ റമദാനിലെ ഹക്കുകൾ വീട്ടണമെന്ന് കൃത്യതയോടെ പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് നമുക്ക് കാണാനും പഠിക്കാനും സാധിക്കും. കാരണം അള്ളാഹു, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, അദ്ദബനി റബ്ബി, എൻ്റെ റബ്ബാണ് എനിക്ക് സംസ്കാരം പഠിപ്പിച്ചത്. നമ്മൾ നോക്കൂ, ഉദാഹരണമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു ഇതര പ്രവാചകന്മാരുടെ കഥകൾ അടിക്കടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇടക്കിടക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ആദ്യമായി പഠിപ്പിക്കപ്പെട്ട പ്രവാചകൻ ആരാണ്? യൂനുസ് നബി അലൈഹി സ്വലാം. എല്ലാവർക്കും തോന്നും അത് ഇബ്രാഹിം നബിയാണെന്ന് തോന്നിപ്പോകും. ഇപ്പൊ സാധാരണക്കാരോട് ഈ ഒരു ചോദ്യം ചോദിച്ചാൽ എല്ലാവർക്കും തോന്നിപ്പോകും ഇബ്രാഹിം നബിയാണോ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് തോന്നിപ്പോകും ആദം നബിയാണോ, മൂസ. കാരണം ഖുർആനിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട പ്രവാചകനാരാണ്? മൂസ നബി അലൈഹിസ്സലാമാണ്. അല്ലെങ്കിൽ ഇബ്രാഹിം നബിയാണോ, മൂസ നബിയാണോ, നൂഹ് നബിയാണോ, ആദം നബിയാണോ എന്നൊക്കെ തോന്നിപ്പോകും. എന്നാൽ ഏറ്റവും ആദ്യമായി അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത പ്രവാചകനാരാണ്? യൂനുസ്. എന്താ കാരണം? ഫസ്ബിർ ലിഹുക്മി റബ്ബിക വലാ തകുൻ കസാഹിബിൽ ഹൂത്. നബിയെ, നിങ്ങളൊരു വലിയ ദൗത്യവുമായി ഇറങ്ങിപ്പുറപ്പെടുകയാണ്.
ഈ ഇറങ്ങി പുറപ്പെടുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകും, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും. ആ പ്രയാസങ്ങളൊക്കെ വരുന്ന സന്ദർഭത്തിൽ ഫലാത്തക്കും കസാഹിബിൽ ഹൂത്ത്, മത്സ്യവയറ്റിൽ ജീവിച്ച മത്തായിയുടെ മകൻ നൈനവായിലെ കർബലയിൽ നിന്നും 82 കിലോമീറ്റർ അകലെയുള്ള ഇറാഖിലെ നൈനവയിൽ ജനിച്ച മത്തായിയുടെ മകൻ യൂനുസിനെ പോലെ നിങ്ങളാവരുത്. കാരണം ആ യൂനുസ് നബി അലൈഹിസ്സലാം ദൗത്യം ഇട്ടേച്ചു കൊണ്ടൊരു വേള പോകേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ വലാത്തക്കും കസാഹിബിൽ ഹൂത്ത്, ഈ ആയത്താണ് മഹാന്മാരായ പ്രവാചകന്മാരെ കുറിച്ചുള്ള കഥ പറയുന്ന കൂട്ടത്തിൽ ഏറ്റവും ആദ്യമായി നുബുവത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കപ്പെട്ട പ്രവാചകനെന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അള്ളാഹു ഏറ്റെടുത്ത തഅദീബാണ്. അതിൽ തന്നെ രസകരമായൊരു കഥയുണ്ട്. ഞാൻ അങ്ങോട്ട് കിടക്കുന്ന നാളത്തെ സംസാരത്തിൽ നമുക്കത് പറയാം. അഥവാ മഹാനായ ഷാഫി റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഷാഫി റളിയല്ലാഹു അൻഹു മാലിക് റളിയല്ലാഹു അൻഹുവിനെ തിരുത്തിയ ഒരു പക്ഷി വിറ്റൊരു കഥയുണ്ട്. അത് നാളെ നമുക്ക് സംസാരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ചുരുക്കി പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒന്നാമത്തെ റമദാനിൽ ബദറിന്റെ സംഭവത്തിന് സാക്ഷിയായി. ഒന്നാമത്തെ റമദാൻ എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നോമ്പ് നിർബന്ധമാക്കപ്പെട്ട ശേഷമുള്ള ഒന്നാമത്തെ നോമ്പിന്റെ വർഷം അന്ന് ബദർ, രണ്ടാമത്തെ നോമ്പിന്റെ വർഷം ഹഫ്സ റളിയല്ലാഹു അൻഹയുമായുള്ള വിവാഹം, മൂന്നാം റമദാനിൽ ഫഇൻ ഖിഫ്തും ഫരിജാലൻ ഔ റുക്ബാന എന്ന പരിശുദ്ധമായ വിവേകത്തോടുകൂടെ പരിശുദ്ധ ഇസ്ലാമിനെ സമീപിക്കണമെന്നുള്ള വലിയ കൽപ്പന, നാലാം റമദാനിൽ ദൗമത്തുൽ ജന്ദലിൽ നിന്നുള്ള മടക്കം, അഞ്ചാം റമദാനിൽ പ്രതിനിധി സംഘങ്ങൾ തിരിച്ചെത്തുന്നു, ആറാം റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറത്തുൽ ഖളാ നിർവഹിക്കുന്നു, ഏഴാം റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയം നടത്തുന്നു, എട്ടാം റമദാനിൽ തബൂക്ക് യുദ്ധത്തിൽ നിന്ന് തിരിച്ചു വരുന്നു, ഒമ്പതാം റമദാനിൽ ഇഅ്തികാഫിരുന്നു കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ റമദാനെ എങ്ങനെ വരവേൽക്കണമെന്ന് കൃത്യമായി ആ വിടവാങ്ങൽ റമദാനോടുകൂടെ ബോധവൽക്കരണം നടത്തുന്നു. ഇതൊക്കെ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും റബ്ബ് തആല തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും ഇത്തരം വിഷയങ്ങളൊക്കെ ഒരുപാട് സംസാരിക്കാം. സ്വാഭാവികമായിട്ട് ആളുകൾക്ക് തോന്നും റമദാൻ ഇത്രയും പ്രത്യേകതയുള്ള മാസമാണ്, അതുപോലെ തന്നെ എന്താണ് 1000 മാസങ്ങളെക്കാൾ പുണ്യമേറിയ രാത്രിയുള്ളത് റമദാനിലാണ്, വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് റമദാനിലാണ്, അള്ളാഹുവിൻ്റെ മാസമെന്ന് അല്ലെങ്കിൽ ആ ഒരു അത്രയും പുണ്യമുള്ള ഉമ്മത്തിൻ്റെ മാസം അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ളൊരു മാസമാണ്. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എന്താ പറയുക, എന്തുകൊണ്ട് ഹബീബിൻ്റെ ജന്മം ആ റമദാനിൽ ഉണ്ടായില്ല? ഇൻഷാ അല്ലാ അത് നമുക്കൊരു നാളെ സംസാരിക്കാം ഇൻഷാ അല്ലാ. അത് സുബുലുൽ ഹുദയിൽ വളരെ കൃത്യമായി ഹബീബിൻ്റെ ജന്മം എന്തുകൊണ്ട് റബീഉൽ അവ്വലിൽ സംഭവിച്ചു, എന്തുകൊണ്ട് അത് റമദാൻ മാസത്തിലായില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് ബറാഅത്ത് രാവിലായില്ല, അല്ലെങ്കിൽ അതെന്തുകൊണ്ട് മുഹറം മാസത്തിലായില്ല എന്ന ഒരു വിശാലമായ ഒരു ചർച്ച. ഏറ്റവും പ്രാധാന്യമുള്ള സാധാരണ മുഹറം, മുഹറം മാസം, റജബ്, റമദാൻ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട മാസങ്ങളിൽ എന്തുകൊണ്ട് റബീഉൽ അവ്വൽ സംഭവിച്ചു അത് ചില ആളുകൾക്ക് തോന്നും. അതെ നമുക്ക് അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാ അതെ തീർച്ചയായും നല്ലൊരു ചോദ്യമാണ്. നാളെ നമുക്കത് കൃത്യമായിട്ട് സംസാരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇതുപോലുള്ള ഏതായാലും അതെ ഉസ്താദ് പറഞ്ഞ പോലെ ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് പല ആളുകൾക്കും പല സംശയങ്ങളുണ്ടാവും, പല ആഗ്രഹങ്ങളുണ്ടാവും, കോണ്ടന്റുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള എന്ത് കോണ്ടന്റ് ആണോ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ജസ്റ്റ് കമൻ്റ് ആയിട്ട് അറിയിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്തുള്ള എപ്പിസോഡുകളിൽ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാവുന്നതാണ്. ഏതായാലും നിങ്ങളെ വിലയേറിയ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ട് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏതായാലും ഇൻഷാ അല്ലാഹ് നമ്മളെ അടുത്ത എപ്പിസോഡിൽ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.